നമസ്കാരം. 1199 മീനം 31 ഏപ്രിൽ 13 ശനിയാഴ്ച രാത്രി 8:51 മകീരം 4-ാം പാദത്തിൽ സൂര്യസംക്രമണത്താൽ ഓരോ നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ വന്നു ചേരുന്ന ശുഭകരവും അശുഭകരവുമായ സൂചനകളുണ്ട്. എന്നാൽ ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില അത്ഭുതകരമായ കാര്യങ്ങളെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. എന്തെല്ലാം കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കും, എന്തെല്ലാം രഹസ്യങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും, ഇത്തരം നിരവധിയാർന്ന കാര്യങ്ങൾ ഉത്രട്ടാതി നക്ഷത്രക്കാരെ കുറിച്ച് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. വെള്ളിയാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ദേവീ പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പ്രത്യേക ആവശ്യങ്ങളുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഈ വിഷു മുതൽ ജീവിതത്തിൽ ഗുണകരമാണ് എന്ന് തന്നെ പറയാം. ജീവിതത്തിൽ നിങ്ങൾ പല തരത്തിലുള്ള പ്രശ്നങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്നവരാകാം. എന്നാൽ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഈ വിഷു മുതൽ ഗുണകരമായ കാര്യങ്ങൾ വന്നു ചേരും. ഇവർ ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ ഇവർക്ക് സാധിച്ചു എന്ന് വരാം. ഭാഗ്യം കൂടി തുണയ്ക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. പല കാര്യങ്ങളും നടക്കില്ല എന്ന് വിചാരിച്ചിരുന്നതായ കാര്യങ്ങൾ പോലും നടക്കാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നതായ അവസരം കൂടിയാണ് ഇത്. കൂടാതെ ഈ സമയം കാര്യനേട്ടം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലുള്ള ഒരു സമയമാകുന്നു. അതിനാൽ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. പല കാര്യങ്ങളും നടക്കില്ല എന്ന് വിചാരിച്ച് മനസ്സ് വിഷമിപ്പിച്ചിരുന്നവരാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായും അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. അതിനാൽ തന്നെ ഈ സമയം ഏതെല്ലാം കാര്യങ്ങൾ നടക്കണം എങ്കിൽ ആ കാര്യങ്ങൾക്കായി ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ ഒരു പരിധിവരെ വിജയം കാണുവാൻ നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും. ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് പ്രതീക്ഷിക്കാതെ പലപ്പോഴും കടന്നു വരുന്ന ഒന്നാണ് പ്രശസ്തി. അവർ പോലും വിചാരിക്കാതെ പ്രശസ്തരായി മാറും. അത്തരത്തിൽ പ്രശസ്തി നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ ചില കാര്യങ്ങൾ ഇവർ ചെയ്യുവാൻ സാധ്യത കൂടുതലാകുന്നു. അല്ലെങ്കിൽ സ്വീകാര്യത വർദ്ധിക്കും, പ്രശസ്തി വർദ്ധിക്കും തുടങ്ങിയ കാര്യങ്ങളും സംഭവിക്കാം. അതിനാൽ ഈ സമയം പ്രശസ്തി നേടുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം. നിങ്ങളുടെ ജീവിതത്തിൽ വിജയങ്ങൾ അനിവാര്യമായ സമയം തന്നെയാകുന്നു. പല കാര്യങ്ങളിലും നിങ്ങൾ അത് ആലോചിക്കുന്നുമുണ്ട്. എന്നാൽ ശ്രമങ്ങൾ നടത്തുമ്പോൾ അതിൽ പരാജയപ്പെടുകയാണ് പലപ്പോഴും സംഭവിക്കുന്നത്. എന്നാൽ അതിൽ മാറ്റം വരുന്നതായ സമയമാണ് ഉണ്ടാവുന്നത്. തീർച്ചയായും ഉന്നതമായ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. വളരെ വലിയ വിജയങ്ങൾ തന്നെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നേടിയെടുക്കുവാൻ സാധിക്കും. വിദ്യയുമായി ബന്ധപ്പെട്ടും ബിസിനസ്, തൊഴിൽ മേഖല തുടങ്ങിയ കാര്യങ്ങളായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉന്നതമായ വിജയങ്ങൾ കടന്നു വരാൻ സാധ്യത കൂടുതലാകുന്നു. മാതൃഗുണം വർദ്ധിക്കുന്നതായ അവസരം കൂടിയാണ് ഇത് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും പല വ്യക്തികളെയും സഹായിച്ചിട്ടുള്ളവരാണ് നിങ്ങൾ. നിങ്ങളെ കൊണ്ട് സാധിക്കും വിധം അകമഴിഞ്ഞു തന്നെ സഹായിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതാണ് ശരി. അത്തരത്തിൽ സഹായിച്ചിട്ടുള്ളവരാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായും നിങ്ങൾക്കും ഇരട്ടിയായി തന്നെ സഹായം തിരികെ ലഭിക്കുന്നതായ അവസരമാണ് എന്ന് മനസ്സിലാക്കുക. ധനപരമായ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യത വളരെ കൂടുതലാകുന്നു. ധനപരമായ ഉയർച്ച പല വഴികളിലൂടെയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. ധനപരമായ നേട്ടങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കാതെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടോ ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഒന്നിലധികം ധനസ്രോതസ്സുകളിൽ നിന്ന് പോലും നിങ്ങൾക്ക് ധനം കൈകളിലേക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു. അതിനാൽ തന്നെ ധനം ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യേണ്ടതായ പല കാര്യങ്ങളും ചെയ്തു തീർക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. ഉപയോഗിച്ച കാര്യങ്ങൾ
അതായത് ധനം ഉപയോഗിച്ച് ഏതെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് നിവർത്തിക്കണമോ അത്തരത്തിൽ ഒരുവിധം കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തീർക്കുവാൻ സാധിക്കുന്നതായ സമയം വന്നു ചേരും. നിങ്ങളുടെ ജീവിതത്തിൽ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നു ചേരാം. അതിൽ പ്രധാനപ്പെട്ടതായി പറയുന്നത് ചില അവസരങ്ങളിൽ മനക്ലേശം വന്നു ചേരാം. വളരെ സന്തോഷത്തിലായിരിക്കും നിങ്ങൾ, പക്ഷെ പെട്ടെന്ന് ദുഃഖം വന്നു ചേരും. എന്തെന്നില്ലാത്ത ദുഃഖം ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. ഇത്തരത്തിലൊരു പ്രശ്നം നിങ്ങൾക്കുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾ ചെയ്യേണ്ടത് ശ്രീകൃഷ്ണസ്വാമിയെ ഭജിക്കുക എന്ന കാര്യമാണ്. തീർച്ചയായും ഈ നക്ഷത്രക്കാർ ഏവരും ശ്രീകൃഷ്ണ ഭഗവാനെ നിങ്ങൾ ആരാധിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ആ വ്യക്തികളുടെ ജീവിതം ഏറ്റവും ശുഭകരമായി തീരും എന്ന് തന്നെ പറയാം. ഭഗവാന്റെ കൃപാകടാക്ഷം നിങ്ങൾക്കുള്ളതിനാൽ തന്നെ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഇരട്ടി ഫലങ്ങൾ വന്നു ചേരും. എത്ര വലിയ പ്രതിബന്ധങ്ങളാണ് എന്നിരുന്നാൽ പോലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ചെയ്യേണ്ടത് അതിരാവിലെ തന്നെ ഭഗവാനെ ആരാധിക്കുക എന്ന കാര്യമാണ്. ഓം നമോ നാരായണായ എന്ന ഭഗവാന്റെ മന്ത്രം ജപിക്കുന്നതും ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കുക. രാവിലെയും സന്ധ്യയ്ക്കും സാധിക്കുമെങ്കിൽ സന്ധ്യയ്ക്കും നിങ്ങൾ തീർച്ചയായും ഭഗവാനെ ആരാധിക്കേണ്ടതാകുന്നു. ഭഗവാന്റെ വിശേഷപ്പെട്ട ദിവസങ്ങളിൽ വ്രതം അനുഷ്ഠിക്കുന്നതും ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ തന്നെ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് പൊതുഫലത്താൽ വിഷു മുതൽ ശുഭകരമാണ് സമയം എന്ന് തന്നെ പറയാം. പൊതുഫലപ്രകാരമാണ് ഈ കാര്യങ്ങൾ പരാമർശിക്കുന്നത് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇനി നാം അറിയാൻ പോകുന്നത് ഉത്രട്ടാതി നക്ഷത്രക്കാർ ആരെയെല്ലാം കൂടെ കൂട്ടണം, ആരെല്ലാം ഇവർക്ക് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് നൽകും, ആരെല്ലാം ഇവരുടെ ജീവിതത്തിൽ ഇവരെ തഴയും അല്ലെങ്കിൽ ചതിക്കും, ഈ കാര്യങ്ങളെക്കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത്. ഉത്രട്ടാതി നക്ഷത്രക്കാർ കൂടെ നിർത്തേണ്ടത് കന്നിരാശിയിലുള്ള നക്ഷത്രക്കാരെ ആകുന്നു. കന്നിരാശിയിലുള്ള നക്ഷത്രക്കാർ അത്തം, ഉത്രം, ചിത്തിര എന്നീ നക്ഷത്രക്കാരാകുന്നു. ഇവരെ കൂടെ നിർത്തുകയാണ് എങ്കിൽ അത് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് സൗഭാഗ്യം വന്ന് ചേരുന്നതിന് തുല്യമാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാർ അത്തംകാരെ കൂടെ നിർത്തുകയാണ് എങ്കിൽ അത്തംകാർ ചെയ്യുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ഉയർച്ച നൽകും. ഇവർ നൽകുന്ന ഉപദേശങ്ങൾ അത് നിങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങൾക്ക് കാരണമായി തീരാം. ഇവരെ കൂടെ നിർത്തുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരേണ്ട പല ദുരിതപൂർണമായ കാര്യങ്ങളും ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ തീർച്ചയായും ഇവരെ ഒരിക്കലും ഒഴിവാക്കരുത് എന്ന കാര്യം ഓർക്കുക. എന്നാൽ കണ്ണടച്ച് വിശ്വസിച്ച് ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുവാനും പാടുള്ളതല്ല. ആ കാര്യവും നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ്. അതിനാൽ തീർച്ചയായും അത്തം നക്ഷത്രക്കാരെ ഒപ്പം നിർത്തുന്നതിലൂടെ തീർച്ചയായും നിങ്ങൾക്ക് ഗുണകരമായ മാറ്റങ്ങൾ വന്നു ചേരും. തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടാണ് എങ്കിൽ തീർച്ചയായും ഇവരുടെ സഹായത്താൽ നിങ്ങൾക്ക് ഉയർച്ച നേടുവാൻ സാധിക്കും. പല വിധത്തിലുള്ള പിന്തുണ ഇവർ നൽകുക തന്നെ ചെയ്യും. ബിസിനസ്സുമായി ബന്ധപ്പെട്ടാണ് എങ്കിൽ ഇവർ ചെയ്യുന്നതും ഇവർ പറയുന്നതുമായ കാര്യങ്ങൾ നിങ്ങൾക്ക് ലാഭം നേടിത്തരുന്ന കാര്യങ്ങളായി മാറും. അതിനാൽ തീർച്ചയായും ഈ കാര്യം ശ്രദ്ധിക്കുക. മറ്റൊരു നക്ഷത്രമായ ഉത്രം നക്ഷത്രക്കാരാണ് നിങ്ങളുടെ കൂടെയുള്ളത് എങ്കിൽ, നിങ്ങൾ ഒപ്പം നിർത്തുന്നത് എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരേണ്ട പല ദുരിതഫലങ്ങളെ ഒഴിവാക്കുകയും ധനനേട്ടങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും നടത്തിയെടുക്കുവാൻ സാധ്യത കൂടുതലാണ് എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ചിത്തിര നക്ഷത്രമാണ്. ചിത്തിര നക്ഷത്രക്കാരായ വ്യക്തികൾ തീർച്ചയായും ഈ കാര്യങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ്. കാരണം ചിത്തിര നക്ഷത്രക്കാർ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഭാഗ്യം നൽകുന്നവരാകുന്നു. അതിനാൽ തന്നെ ഉത്രട്ടാതി നക്ഷത്രക്കാർ ഇവരെ ഒപ്പം നിർത്തേണ്ടത് അനിവാര്യമാകുന്നു. ചിത്തിര നക്ഷത്രക്കാർ നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നുണ്ട് എങ്കിൽ, ജോലി ചെയ്യുന്നുണ്ട് എങ്കിൽ തീർച്ചയായും അവർ മൂലം കമ്പനിക്ക് ഉയർച്ചകൾ വന്നു ചേരാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച നൽകും. സുഹൃത്തുക്കളാണ് എങ്കിൽ ഇവർ നൽകുന്ന ഉപദേശം അല്ലെങ്കിൽ ഇവർ ഒപ്പം നിൽക്കുന്നതിനാൽ തന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കും. എന്നാൽ സൗഭാഗ്യങ്ങൾ നൽകുന്നത് പോലെ തന്നെ
ചില നക്ഷത്രക്കാർ നിങ്ങൾക്ക് ദോഷകരമായ ഫലങ്ങളും നൽകും. അവർ ആരെല്ലാമാണ് എന്ന് മനസ്സിലാക്കാം. അതിൽ ആദ്യത്തേതായ നക്ഷത്രം ചോതി നക്ഷത്രമാണ്. കൂടാതെ പൂരം, മകം എന്നീ നക്ഷത്രക്കാരും ഇവരുടെ ജീവിതത്തിൽ പല കാരണങ്ങൾ കൊണ്ടും ദോഷകരമായ ഫലങ്ങൾ നൽകുവാൻ സാധ്യത കൂടുതലാണ്. ഇവർ നൽകുന്ന ഉപദേശങ്ങൾ അല്ലെങ്കിൽ ഇവരുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അത് നിങ്ങൾക്ക് ശുഭകരമായി തീരണം എന്നില്ല. പറഞ്ഞു വരുന്നത് പൊതുഫലപ്രകാരമാണ് എന്ന കാര്യം ഓർക്കുക. അതേപോലെ തന്നെ തുലാം രാശിയിൽ വരുന്ന വിശാഖം നക്ഷത്രക്കാർ നിങ്ങൾക്ക് ശുഭകരമായ ഫലങ്ങൾ നൽകണം എന്നില്ല. തുലാം രാശിയിൽ വരുന്ന ചിത്തിര നക്ഷത്രക്കാരും നിങ്ങൾക്ക് ശുഭകരമായ ഫലങ്ങൾ നൽകുവാൻ സാധ്യത തീരെ കുറവ് തന്നെയാണ്. ചിങ്ങം രാശിയിലുള്ള ഉത്തരം നക്ഷത്രക്കാരും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ശുഭകരമായ ഫലങ്ങൾ നൽകണം എന്നില്ല. പല കാരണങ്ങൾ കൊണ്ടും ഇവരുടെ ജീവിതത്തിലേക്ക് ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരുന്നതിന് കാരണമായി തീരാം. എന്നാൽ ഇവർ അറിഞ്ഞുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ചെയ്യണം എന്നില്ല. ആ കാര്യവും പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു. പലവിധ സാഹചര്യങ്ങൾ കൊണ്ട് ഇവരുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾക്കും വാക്ക് തർക്കങ്ങൾക്കും അതേപോലെ തന്നെ ജീവിതത്തിൽ പല കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ ദോഷകരമായ ഫലങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരുകയും ചെയ്യാം. ജാമ്യം പോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ദോഷകരമായി ഭവിക്കാം. അതിനാൽ തന്നെ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. ഇവരിൽ നിന്നും ഉപദേശം സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നത് പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളിൽ കലാശിക്കുവാനും ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരുന്നതിനും കാരണമായി തീരാം. അതിനാൽ തന്നെ വളരെ ശ്രദ്ധയോടെ മുൻപോട്ട് പോകേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യം തീർച്ചയായും ഓർത്തിരിക്കുക. ഈ കാര്യങ്ങൾ പൊതുഫലത്താൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാകുന്നു. ഓരോ നക്ഷത്രക്കാരുടെയും ജാതകപ്രകാരം വ്യത്യാസങ്ങൾ വന്നു ചേരാം. എന്നിരുന്നാലും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക.